ഞാനൊരു വർഷമായിട്ട് അമ്പലത്തിലെ പരിപാടിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ കൊല്ലം എടുത്തിന്, അതുപോലെ കൊല്ലം ഞാനൊരു അമ്പലത്തിൽ വന്നതാണ്. പരിപാടിൻ്റെത് വന്നപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാനായില്ല കേട്ടോ. കണ്ടോ കണ്ടോടെ എത്തോടെ ഇത് എനിക്ക് തോന്നി ചോറ് തികയായിട്ട് വീണ്ടും ഉപ്പുമാവ് വെച്ചതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അത്രയും ഇതിൻ്റെ കമ്മിറ്റി സൂപ്പറാണെന്നാ. ചോറ് തികയായിട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടതല്ല, ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാണ്ട് ഗോതമ്പത്തിൻ്റെ നുറുക്കിൽ നല്ല വിലപിടിപ്പുള്ള അതും ഫ്രഷ് ആയതുകൊണ്ട് കണ്ട അടിപൊളി ഒക്കെ. ഇതുവരെയൊക്കെയാണ് ഇതിൻ്റെ കമ്മിറ്റി മെമ്പർമാരെന്ന് തോന്നുന്നുണ്ട്. കാരണം ഫുഡിൽ അറിയാം വില റിസൾട്ട് കണ്ടോ. വെച്ച ഫുഡൊക്കെ കഴിഞ്ഞ് അടിപൊളി ഫുഡായിരുന്നു. നല്ല നമ്മൾ കല്യാണ സദ്യക്ക് കിട്ടുമ്പോഴത്തെ സാമ്പാറും ഉപ്പേരും സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേ ഞാൻ ഇവിടെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫുഡിൻ്റെ ഇതാരാണെന്നുള്ളത്. ഇത് ആരെങ്ങളാ ഷെഫുങ്ങളാ ഫുഡ് സാമ്പാറൊക്കെ ഉണ്ടാക്കിയ ഇതാട്ടോ. ആർക്ക് എവിടെ ധൈര്യത്തിൽ കൊണ്ടുപോകും, ഏത് സഭയിലും ഫുഡ് ഉണ്ടാക്കാൻ കൊണ്ടുപോകും. അടിപൊളി ഫുഡ്. ഓക്കെ, നിങ്ങളുടെ സ്ഥലം എവിടാ? ഇവിടെ തന്നെയാണ് ഒരു അഡ്രസ്സ് ഇല്ല. അഡ്രസ്സ് കിയാറ്റൂർ തന്നെ. നിങ്ങളിങ്ങനെ അമ്പലങ്ങളിൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കാൻ പോകും? കല്യാണ പരിപാടിക്കൊക്കെ പോകില്ലേ നിങ്ങളും? നിങ്ങൾ ഇതിലുള്ള വില ഹെൽപ്പർമാരാ? ഓക്കെ, അപ്പോൾ ഇവരാണ് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു. ഞാൻ എടുത്തു. അപ്പോൾ കണ്ടില്ലേ ഇവർ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സൂപ്പർ പണ്ടാരി സൂപ്പറാണ്. ഞങ്ങൾ ഗൾഫിൽ ഇവിടെയൊക്കെ ഷെഫാണ് ഞാൻ. അപ്പോൾ ഞാൻ ഫുഡ് തിന്നാൽ പറയും അതിലെന്ത് കൂട്ടിയെന്ന്. ഇതിലൊന്നും കൂട്ടിയില്ല, ഒരു കെമിക്കലും ഇല്ല, ഒരു പഴയതും ഇല്ല. ഞാൻ ഷെഫാണ്. ഞങ്ങൾ ഗൾഫിൽ ഇവിടെയൊക്കെ ഷെഫാണ്. ഓക്കെ, സൂപ്പർ ഫുഡ്. ഞാൻ അന്ന് ഫോണ് സ്വിച്ച് ഓഫ് ആക്കി ഇവിടെ കുത്തിയിട്ടാണ്. ഞാൻ മേഡത്തിനോട് പറഞ്ഞു നിങ്ങൾ കുത്തിയിടൽ നിർബന്ധമാണ്, എനിക്ക് 2 വീഡിയോ എടുക്കാണ്ട് നിങ്ങളെ ഫുഡ് മെയിനായിട്ട്. അപ്പോൾ ഓരായിരുന്നു. വേറെ ആരുണ്ടോ നിങ്ങളൊപ്പം ഉള്ളവർ? നിങ്ങളെ ആളുകൾ വേറെ ആരും ഉണ്ടോ നിങ്ങളെ? അല്ല ഇവിടെ ഉണ്ടോ നമ്മളെ മക്കൾ ആരെങ്കിലും? ഇവരൊക്കെ അതിൽ പെട്ട ഇവരൊക്കെ എല്ലാവരും എടുക്കും. പക്ഷെ ഫുഡിൻ്റെതാകുമ്പോഴേ ഒരു സാർമാരൊക്കെ അതിൽപ്പെട്ട. നിങ്ങളെവിടാണ് ഈ വെടക്കാച്ചി ഫുഡ് എടുക്കണേ? നിങ്ങളെവിടാ? സൂപ്പർ ഫുഡ്, അടിപൊളി. ഞാൻ ഒരു വർഷമായിട്ട് ഇവിടെ മേലാറ്റൂരുണ്ട്. പിന്നെ പല അമ്പലങ്ങളും, പിന്നെ എന്താണ് ഞാൻ മുസ്ലിമാണ്. പക്ഷേ എല്ലാ അമ്പലങ്ങളിലും ഗുരുവായൂർ മറ്റടുത്ത് മറിച്ചടുത്ത് ഇവിടെ തന്നെ പല പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇവിടത്തെ പോലെ ഒരു കല്യാണ സദ്യ പോലത്തെ ഫുഡ് കഴിച്ചില്ല. ആദ്യമായിട്ട് ഒരു കെമിക്കലും ഇല്ല, ഒരു വെള്ളം കൂട്ടലും ഒന്നുമില്ലാത്ത ഫുഡ്. നിങ്ങളോട് 100 നന്ദി പറയുന്നു. ഓക്കെ, സാറിൻ്റെ സ്ഥലം? രഞ്ജു. നമ്മൾ ഇവിടെ എവിടെ വേണമെങ്കിലും ഫുഡ് ഉണ്ടായി കൊടുക്കും. ഞാൻ താമരശ്ശേരിയാണ്, ജനിച്ച കോഴിക്കോട്. എൻ്റെ പേര് ഷെർബാനു. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് സൈറ സംസം. വാട്സപ്പ് നമ്പർ തരണം, സാറിൻ്റെ വാട്സപ്പ് നമ്പർ തരണം കേട്ടോ. അടിപൊളി ഫുഡ് എവിടെയും ഞാൻ പറയും. അപ്പോൾ ഇതൊക്കെ നമ്മളെ പുലിക്കുട്ടന്മാരാട്ടോ, ഓലയിൽ പെട്ട ആളുകൾ. സാറിൻ്റെ ഇത് നിങ്ങൾ പേര്? സുബ്രഹ്മണ്യം. ഇവിടെ തന്നെ. ഓക്കെ, നിങ്ങളെ പേര്? സാറിന് പേര്? അതാ തീർന്നിട്ടില്ല സാമ്പാറിന്. അടിപൊളി സാമ്പാർ കണ്ടോ, സൂപ്പർ സാമ്പാറിനല്ല എല്ലാം. അന്നപ്പോൾ ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു, ആ ടെൻഷനിലായിരുന്നു ഞാൻ. പിന്നെ നല്ല ചൂട് ഉപ്പുമാവെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചിടി. അപ്പോൾ ഞാൻ എവിടെ പോയാലും എരിക്കുന്ന ആളാണ്. വേണ്ട മനസ്സിലുണ്ടോ ഞാൻ ഭക്ഷണം കഴിച്ചാ? അപ്പോൾ കണ്ട അടിപൊളി. അപ്പം നമ്മളിപ്പോൾ കണ്ട ഉപ്പുമാവാണിത്. പക്ഷെ നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ച് മതി, കുറച്ച്. ഓക്കെ, അപ്പോൾ ഉപ്പുമാവും സാമ്പാർ. ഞാൻ എല്ലാ സ്ഥലത്തും കഴിച്ചത് പഴവും ഉപ്പുമാവും, കട്ടൻ കാപ്പിയും. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൽ ഭയങ്കര കാര്യമായിട്ടോ, സന്തോഷമായി തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ഇവരൊക്കെ നമുക്ക് അങ്ങനെ പോലെ സമ്മതം ചോദിക്കാണ്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ചാനൽ അതാണെന്ന്. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിക്കാം. വരാം. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഫുഡിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓരോട് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. മേഡം ഒരു വീഡിയോ എടുത്തോളാം. യൂട്യൂബറാണ്, കമൻറ്റ് ചോദിക്കാൻ ചാനലിൽ കാണിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓട്ട്. സ്ഥലം പറയൂലേ മാം? ബേബി ഫുഡ് എങ്ങനെയുണ്ട്? കഴിച്ചില്ല? മോൻ കഴിച്ചില്ല? അടിപൊളിയല്ലേ? ഞാൻ നേരത്തെ ചോറ് കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മേമ് സൂപ്പറല്ലേ ഫുഡ്? സദ്യ കിട്ടാനായല്ലേ സാറ്? അടിപൊളിയല്ലേ? ഒന്നാം തരല്ലേ? നിങ്ങൾ കൊണ്ടുവന്നത് നാളത്തേക്ക് ഇടാനായിരിക്കും?
ഏത് നാളേക്കുള്ള മറ്റന്നാളാണ് ഇവിടെ പരിപാടി ലാസ്റ്റ് കഴിയണത്. എന്നാ ലാസ്റ്റ് 11-ന്. അപ്പം അതിലേക്ക് ഞാൻ ഇന്ന് മുതലുണ്ട്, ഇനി ഉണ്ടാവും. നിങ്ങളെന്ന് ഇവിടെ ഉണ്ട്? ഇവിടെ അടുത്താണ്. ഓക്കെ, നിങ്ങളൊക്കെ ഒന്നെടുത്തോടെ. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? കല്യാണ സദ്യ തരുമ്പോഴല്ലേ ചോറ് കൊടുത്തിരുന്നത് അല്ലേ? സൂപ്പർ. എങ്ങനെ സാർ? സൂപ്പർ അല്ലേ ഫുഡ് എങ്ങനെയാ? ഇതെല്ലാം സദ്യ ആങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ സൂപ്പർ അല്ലേ? എല്ലാം കറിയും സാധനങ്ങളൊക്കെ. മേമേ എങ്ങനെയാ? സൂപ്പർ അല്ലേ ഫുഡ്? ഓക്കെ അല്ലേ? മുസ്ലിം ജാതി ഭേദം അല്ലാണ്ട് കൊടുക്കുന്നതും ചെയ്യുന്നു അല്ലേ? സൂപ്പർ ഫുഡ്. ഓക്കെ മേമേ ഹലോ മേമുസേ എങ്ങനെ? അല്ലല്ലോ, നമ്മളെ ഫുഡ് എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ മേമുസേ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് നല്ലല്ലേ? മേമേ ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ? ഓക്കെ, ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സദ്യ കഴിച്ചില്ല, കിട്ടിയില്ല. സാർ ഫുഡ് എങ്ങനെയുണ്ട്? അന്നദാനം. ഞാൻ മുസ്ലിമാണ്, പക്ഷെ അയ്യപ്പൻ്റെ പേസ് തുറന്നാലിതാ അയ്യപ്പ സ്വാമിൻ്റെതും എല്ലാത്തെയൊക്കെ ഫോട്ടോ നമ്മളെ കയ്യിൽ കണ്ടോ. ഇതാരാണിത്? ഇത് ഇതാരാ അല്ലേ? നമുക്ക് വേണ്ട തന്നെയല്ലേ? നമ്മൾ ഹിന്ദു മുസ്ലിം ഉണ്ടോ? ഞാനപ്പോ മതമെല്ലാം ഒന്നല്ലേ? അള്ള മാത്രല്ലേ ഉള്ളൂ? ഓക്കെ അല്ലേ? ഇഷ്ടപ്പെട്ടോ? എന്റെ ഹൃദയമാണ് കേട്ടോ അത്. ഇവിടെ വന്നപ്പോ കിട്ടിയൊരു ഹൃദയം. അതാ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഹിന്ദുമതത്തെ കുറിച്ച് ആളുകൾക്ക് തോന്നുന്നുണ്ട്. എനിക്കിഷ്ടങ്ങളാ പല ആളുകളെ ഹിന്ദുമതത്തിലെ പ്രധാനമായ മന്ത്രത്തിൽ ഞാൻ മുസ്ലിമാണ്. ഒന്ന് മാത്രമേ സത്യമായിട്ടുള്ളൂ, ആളുകളെ പലതായിട്ട് പറയുന്നുണ്ട്. ഇതുണ്ടോ ക്രിസ്ത്യൻസിന്റെ? അല്ലേ? എല്ലാം ഒന്നാ, ദൈവം ഒന്നേ ഉള്ളൂ. എല്ലാ നദികളും ഒരേ സമുദ്രത്തിലല്ലേ എത്തുന്നത്? അതെ, വളരെ അറിയാത്തൊരു പാകങ്ങൾ പഠിപ്പിച്ചതിന് വളരെ നന്ദി. വീട് ഞാൻ ജനിച്ചത് കോഴിക്കോട്, കല്യാണം കഴിച്ചത് താമരശ്ശേരി, ദുബായ്, ഖത്തർ, ബഹ്റൈൻ, അങ്ങനെ ഗൾഫിലാണ്. എറണാകുളം, തിരുവനന്തപുരം അങ്ങനെയാണ്. ഫാമിലി ഫുള്ളും പോയി വരുന്ന ആളാണ്. എറണാകുളത്ത് മേമ വിടാം. ഞാൻ അവിടെ സ്ഥലമല്ല, ഞാൻ അങ്ങനെ പോണതാ, ഷൂട്ട് ചെയ്യാൻ പോണതാ. ഞാൻ മെനിയാന്നും പോയി വന്നതാ. അവിടെ കൊച്ചിയില്ലേ? പിന്നെ പേരോ? ഷഹർബാനു. ഞാൻ മുസ്ലിം, ഇതാണ് മലയാളിയാ. അപ്പം എല്ലാവരും റിസൾട്ടും കേട്ടില്ല. ഫുൾ 100% റിസൾട്ടും ഒക്കെയാണ്. അപ്പോൾ ഇതുവരാണ്. ഇങ്ങനെ ഫുഡ് എങ്ങനെ? ഇതുവരെ ഇവിടെ നിന്ന് കഴിച്ചീനല്ലോ, ആ ഫുഡുകളൊക്കെ സൂപ്പർ അല്ലേ? അല്ല ആദ്യമായിട്ടാണോ? അല്ല, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണോ? ഇന്ന് ആണോ അല്ലെങ്കിൽ എൻ്റെ മുന്നേ വന്നിട്ടുണ്ടോ? ഫസ്റ്റായിട്ട് വരികയാണ്. മേമോ ഇവിടെ വന്നിട്ടുണ്ട്? ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? സാറോ? സൂപ്പർ ഫുഡല്ലേ? സൂപ്പർ ഫുഡല്ലേ? ഇവിടുത്തെ ആളുകളൊക്കെ സൂപ്പർ അല്ലേ? 100 ഓക്കെ അല്ലേ? ഓക്കെ. ഞാനിവിടെ ഇന്ന് വന്നിട്ടില്ലെങ്കിൽ വളരെ നഷ്ടമാകുമല്ലോ, അത്രയും സന്തോഷമായി. അപ്പോൾ ഇതിങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. ഒരു ഉള്ള സാധനങ്ങൾ വേസ്റ്റ് ആക്കാണ്ട് വേണ്ടവർക്ക് കൊടുക്കാം. നിറഞ്ഞോ? പക്ഷെ എൻ്റെ ഇവിടെ നിറഞ്ഞു.